എന്താ അതി ഈ പുറത്തുനിന്ന് വന്നപ്പോൾ തൊട്ടേ ഞാൻ നോക്കാം എന്തോ കാര്യമായിട്ട് ആലോചനയിലാണല്ലോ. എന്ത് പറ്റി? കാര്യങ്ങളൊക്കെ പറയാനാണെന്ന് ഒരുപാടുണ്ട്. ഈ ഇരിക്ക് പറയാം. കുഞ്ഞോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നൊക്കെ. സൽമാത്ത ഉള്ളതുകൊണ്ടാ ഞാൻ വന്ന പാടാ എന്നോട് ചോദിക്കാതിരുന്നത്. എന്താ കാര്യം? സൽമാത്ത അറിയരുത് എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ? അത് ശരി. അപ്പൊ കുഞ്ഞോളെ പൊക്കിയ ഓളെ ഒരിക്കൽ നാത്തുമാര് പൊക്കിയതിന്റെ ക്ഷീണേ ഓൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ഓളാ പതർച്ചൊക്കെപ്പാടും കണ്ടപ്പോ എനിക്ക് തോന്നി എന്തോ സംഭവം ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. സംഗതി നമ്മള് വിചാരിക്കണം പോയെന്നല്ലടി. പ്രായത്തിന്റെ ഒരു പക്വതക്കുറവുകൊണ്ട് ഓൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നല്ലാണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ഓള് വന്ന കാര്യം അറിഞ്ഞപ്പോ എനിക്കെന്നെ ആകെ ഒരു യാതിയായി. എന്താ അതി? സത്യത്തിൽ ഓളുന്ന് എന്തിനാ വന്നിരുന്ന്? ഓളെ സ്വർണ്ണൊക്കെ കാക്കാക്കും സൽമാത്താക്കും തിരിച്ചുകൊണ്ടൊക്കെ വേണ്ടി വന്നതാ. എന്ത്? കുഞ്ഞോളോളെ സ്വർണം സൽമാത്താക്കും കാക്കാക്കും തിരിച്ചു കൊടുക്കാൻ പോവാണ് എന്നാ? സത്യാണാ? ആടി ഞാൻ അന്നവിടെ ചെന്നപ്പോൾ കാക്കാൻ്റെ അസുഖത്തിൻ്റെയും കാക്കാൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓള് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ സ്വർണ്ണങ്ങളൊക്കെ വിറ്റിട്ട് കാക്കാക്ക് നാട്ടിൽ കൂടാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നാ. ഓളെ ഉള്ളില് ഇത്രക്കൊക്കെ നന്മ ഉണ്ടായിരുന്നെൻ്റെ ആദ്യേ. പാവം. കാര്യോള് സൽമാത്താനെയും കാക്കാനെ എത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് ആ സ്വർണ്ണമൊക്കെ വാങ്ങിക്കണത്. എന്തോരം ബുദ്ധിമുട്ടിച്ചിരിക്കണോള്. അതിലെന്നെ സൽമാത്താൻ്റെ ഒപ്പം സൽമാത്താക്ക് കൊടുത്ത സ്വർണ്ണടക്കം ഉണ്ടായിരുന്നു. അതൊക്കെ അറിയാ. എന്നാലും ഇങ്ങനൊരു അവസരം വന്നപ്പോ ഓള് ചെയ്ത തെറ്റോളൊക്കെ തിരുത്താനും കാക്കാന്റെ ഇപ്പത്തെ അവസ്ഥ മനസ്സിലാക്കാനും പറ്റിയല്ലോ. അതൊരു വലിയ കാര്യല്ലേ? അതേതില്ലോ ഓളിപ്പോൾ ചെയ്യാൻ പോണത് വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കാക്കാൻ്റെ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ. അല്ല അതേ, കാക്കാക്ക് സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇന്ന് സൽമാത്താക്ക് കാക്ക വിളിച്ചതിന് ശേഷം സൽമാത്ത നല്ല ടെൻഷനിലാണ്. ചുമ കാരണം കാക്കാക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം കരയണത് കണ്ടേക്ക് വല്ലാണ്ടായിപ്പോയി. കാക്ക എത്ര ഒളിപ്പിച്ച് വെച്ചാലും കാക്കാൻ്റെ ബുദ്ധിമുട്ട് സൽമാത്താൻ അത്ര മനസ്സിലാക്കാൻ വേറാർക്കും പറ്റൂല. അത് ശരിയാണ്. എന്താണ് റഷീദാക്ക എങ്ങാനും വിളിച്ചിരുന്നോ? കാക്കാന്റെ അവസ്ഥ എന്താ? റഷ്യക്ക് വിളിച്ചിരുന്ന് രാവിലെ. കാക്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ എന്തോ നെഞ്ഞിനെന്തോ നീർക്കട്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്റെ പഠിച്ചവനെ, എന്നിട്ട് റഷ്യാക്കും പറഞ്ഞത് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് കാക്കാനെ നാട്ടിൽ തന്നെ കൊണ്ടുവരണ നല്ലതെന്നാണ് അവരൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇജ്ജ് കാക്കാനോട് സംസാരിച്ചാ? കാക്ക എന്തേ പറഞ്ഞേ? വിസ ക്യാൻസലാക്കി പോരാന്ന് പറഞ്ഞിട്ട് കാക്ക സമ്മതിക്കണില്ലല്ലോ. തൽക്കാലം മെഡിക്കൽ ലീവ് എടുത്തിട്ട് പോരാന്നാണ് ഇപ്പോൾ കാക്ക പറയണത്. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി കുഞ്ഞോൾക്ക് വിളിച്ചപ്പോഴാണ് ഓൾ ഇവിടെയാണെന്നും ആ ഗോൾഡൊക്കെ സൽമാത്താനെ ഏൽപ്പിക്കാൻ വന്നാണെന്നൊക്കെ അറിഞ്ഞത്. അത് ശരി. അല്ല അതി, എന്നിട്ട് കുഞ്ഞോള് ഓള് വന്ന കാര്യം ഇവിടെ ആരോടും പറയുക പോലും ചെയ്തില്ലല്ലോ, അതെന്തേ? അത് വേണ്ടെന്ന് ഞാനാ പറഞ്ഞത്, വേണം പറയണ്ടെന്ന്. കുറേ കാലമല്ലേ സൽമാത്തിൻ കാക്കൊന്നും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട്. പ്രാവശ്യം എന്തായാലും കാക്ക വരുമ്പോഴത്തേന് കാക്ക സന്തോഷിക്കാനുള്ള എന്തെങ്കിലും സംഭവം സർപ്രൈസ് ആയിട്ട് ചെയ്യണം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതെങ്ങനെയുണ്ട് സംഭവം? എങ്ങനെ ഉണ്ടെന്നോ? ഇന്റെ അള്ളാ, ഇതിലേക്കും വലിയ സർപ്രൈസ് വേറെ എന്താ ഉള്ളത്? ഇതെന്തായാലും പൊളിക്കോ. കുഞ്ഞോളി സ്വർണ്ണം അവിടെ കൊണ്ടുനടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാക്കാൻ എന്തെങ്കിലും നാട്ടിൽ സെറ്റാക്കാനുള്ള കോപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ രാഹുലിനൊന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു.
അത് ശരി, അതിനാണല്ലേ രാവിലെ പോയിരുന്നത്. എന്നിട്ട് എന്തായി? അവൻ്റെ അറിവിൽ നല്ലൊരു ഷോപ്പ് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയത് രാവിലെ തന്നെ. അങ്ങനത്തെ അടിപൊളി സാധനമാണ്, പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്കത് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് കാക്കാക്കൊന്നും ഒപ്പിച്ച് കൊടുക്കണം എന്നുള്ളൊരു ലെവലിൽ വരുമ്പോഴാണ് റഷീദാക്ക വിളിച്ചത്. അത് ശരി, അപ്പൊ കാക്കാന്റെ കാര്യം പറയാനായിരിക്കൂലേ ഈ കുഞ്ഞോൾക്ക് വിളിച്ചിട്ടുണ്ടാവുക? ആടി കാക്കാൻ്റെ അസുഖക്കാരൻ പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഓളിവിടെ ഈ ഗോൾഡ് കൊണ്ടുപോകാൻ വന്നാന്നുള്ള അറിഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ജാതിയായി. സത്യം. അന്നവിടെ ആരിസിൻ്റെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയോളൂ വന്ന സമയത്ത് എനിക്ക് തള്ളേണ്ട വരെ ഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവൾ ഒരുപാട് മാറി. ശരിയാതെ, പണ്ടത്തെ കുഞ്ഞോളും ഇപ്പത്തെ കുഞ്ഞോളും തമ്മിലേ ഒരുപാട് മാറ്റണ്ട്. ഇപ്പൊ ഓള് നമുക്കും കൂടി ഒരു മാതൃകയായി അല്ലേ? ആദ്യത്തില്ലോ അതുപോലെ പിന്നെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഈ എൻ്റെ കൂടെ നിൽക്കണം. എന്താ അതെ, അതെന്താ കാര്യം? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? നല്ല കാര്യം തന്നെ ആദ്യേ, നിക്കതിലൊരു എതിർപ്പില്ല. അന്നെ പഠിപ്പിച്ചതും അനക്കിപ്പോൾ ഇങ്ങനെ ഒരു ജോലിയാക്കിയതും ഒക്കെ കാക്കാന്റെ അധ്വാനം തന്നെയല്ലേ. കുഞ്ഞോളെ കല്യാണം, ഇതുവരെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ കാക്കന്നല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മളെ കടമ തന്നെയാണ് അത്. നമുക്കത് ചെയ്യണം. ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകണതിന് മുമ്പായിട്ട് നമുക്കതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ രണ്ട് കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ അല്ലേ? അതേതിലോ ഈ രണ്ട് കാര്യം കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും സമാധാനമാവും. അപ്പം അതാണ് കാര്യല്ലേ? നന്നായുള്ളൂ. ഇതിലും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? അതെ അമ്മ, അപ്പം അവിടെ വെച്ചിട്ട് ഇതൊന്നും പറയാൻ വയ്യല്ലോ. അതാ ഞാൻ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പിയത്. പിന്നെ എനിക്കും തോന്നി ഇമ്മാക്ക് എന്തോ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിക്കണെന്ന്. അതുകൊണ്ട് ഉമ്മയും കൂടെ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ട് കേസിലായി കിട്ടി. അല്ലെങ്കിൽ പിന്നെ സൽമാത്താനോട് ആ കാര്യം പറയാണ്ട് അവിടുന്ന് പോരാൻ പറ്റുമായിരുന്നില്ല. നല്ലൊരു കാര്യം തന്നെ ഞങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്നത്. ഈ കാര്യം അറിയുമ്പോൾ ശരിക്കും സൽമാത്താക്കും കാക്കാക്കൊക്കെ എന്തോ ഒരു സന്തോഷമാകുമെന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് തന്നെ വല്ലാത്തൊരു സുഖല്ലേ. കാക്കി സൽമാത്തി ഞങ്ങളെ സ്വന്തം മക്കളായിട്ട് തന്നെ സ്നേഹിച്ചിട്ടുള്ളതും നോക്കിയിട്ടുള്ളതൊക്കെ. ആ കരുതലും സ്നേഹവും ഞങ്ങളും തിരിച്ചു കൊടുക്കണ്ടേ? അതേ കുട്ടികളെ, ഒരു ഉമ്മാൻ്റെ വയറ്റീന്ന് പറഞ്ഞ് ഒരു പാത്രത്തിൽ നിന്ന് ചോറും വാരിക്കൊടുത്ത് ഒരുമിച്ച് കിടത്തി ഉറക്കിയ മക്കളെ വലുതായി കല്യാണം കഴിച്ച് ഓരോരുത്തരാക്കാണ്ടി ആവുമ്പോൾ സ്വത്തിനും മുതലിനും വേണ്ടിയിട്ട് തമ്മി തല്ലി കൊല്ലും നടത്തുന്ന കാലമാണിപ്പോൾ. ആ കാലത്ത് കൂടപ്പറപ്പോട് തമ്മിൽ പരസ്പരം ഇങ്ങനെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും മാതൃക ആക്കേണ്ട ഒരു കാര്യം. അത് ഉമ്മ പറഞ്ഞേ നേരാ. അവിടുത്തെ അമ്മയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ ഒരു കഥ. മൂത്ത മകന്റെ തലയിലിരുന്ന് എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. തറവാട് പെര പുതുക്കി പണിയലും താഴെയുള്ളവരെ പഠിത്തം നോക്കലും പെങ്ങന്മാരെ കെട്ടിച്ചയക്കലും ഒക്കെ മൂത്ത മകന്റെ തലയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മൂത്ത മകൻക്ക് വയസ്സായപ്പോത്തിന് ചെറിയ മക്കൾക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി ഓല നിലയിലായി. എന്നിട്ട് എന്താ കാര്യം? മൂത്തവർക്ക് ഒന്നും ഉണ്ടാവും ചെയ്തില്ല, താഴെയുള്ളവരോട്ട് ഓലോട്ട് തിരിഞ്ഞു വെക്കുകയും ചെയ്തില്ല. ഇപ്പൊ ആ മൂത്ത മകന്റെയും കുടുംബത്തിന്റെയും കഥ പറയുന്നത് കേൾക്കണം. അയാൾക്ക് ഇപ്പൊ ഒന്നിനും വെജ്ജാ. പറ്റ വയ്യാണ്ടായപ്പോഴാ നാട്ടിലായി കൂടിക്കണത് തന്നെ. ഇപ്പൊ സ്വന്തം മക്കളെ കല്യാണത്തിന് പോലും താഴെയുള്ളവറ്റങ്ങൾ തിരിഞ്ഞു നോക്കണില്ല അത്ര. എന്ത് വലിയ ബുദ്ധിമുട്ടാ അതൊക്കെ.
അത് അഭ്യത്ത് പറഞ്ഞത് ശരിയാ. ഞങ്ങളോടെ വീടും അത് നിൽക്കുന്ന സ്ഥലവും കാക്കാക്ക് കൊടുക്കാമെന്ന് ആദ്യം ഇമ്മയും പറഞ്ഞപ്പോൾ അന്നും ഞാനാ അതിനെതിര് നിന്നത്. പിന്നെ എൻ്റെ വാക്കൊന്നും കേൾക്കാണ്ടേ ഇമ്മയും ആദ്യം ഇപ്പയും കൂടി ആ വീട് കാക്കാൻ്റെ പേരിൽ എഴുതി വെച്ചത്. ഒരു കണക്കിന് അത് നന്നായുള്ളൂ. കാരണം ഞാനൊക്കെ വളർന്ന സമയത്ത് ഞങ്ങളെ വീടൊക്കെ ഒരു കഥയായിരുന്നു. പിന്നെ കാക്കയാണ് സൽമാത്താനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നായിട്ട് ആ പെര മൊത്തം പൊളിച്ചതും പുതിയ വീട് വെച്ചതും ഒക്കെ. പറയാനത് തറവാട് പെര തന്നെയാണെന്നുണ്ടെങ്കിലും കാക്കാൻ്റെ വേർപ്പാ ആ വീട് അങ്ങനെ ആയിട്ടുള്ളത്. കൊടുക്കാൻ മനസ്സുള്ളവരെന്നല്ലേ കൊടുക്കുള്ളൂ. സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തിയ കൂടപ്പറപ്പോൾ തന്നെ പരസ്പരം കണ്ടാ പോലും മുണ്ടാത്ത എത്ര എത്ര പേരുകളുണ്ട്. താങ്ങും തണലുമായി നിൽക്കണവരുത് അത് കെയ്യോളല്ലേ നിൽക്കുള്ളൂ. അവനാൻ്റെ കാര്യങ്ങളാണ്ട് കഴിഞ്ഞു കൂട്ടി കഴിഞ്ഞാൽ സ്വന്തം കൂടപ്പറപ്പോളെ തിരിഞ്ഞു നോക്ക് പോലും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൂത്ത മകന്റെ വയർപ്പിലേക്കാരൻ ചിലപ്പോൾ തറവാട് വരെ പുതുക്കി പണിഞ്ഞിക്കണത് തന്നെ. എന്നിട്ട് വളർന്നു വരുമ്പോൾ പഴമക്കാർക്കൊരു പറച്ചിലുണ്ട്, ചെറിയ മക്കൾക്കുള്ളതാണ് തറവാട് പരാന്ന്. അതൊക്കെ ആരുണ്ടാക്കിയ നിയമങ്ങളാണ്? ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മാറ്റാണ്ട്. എന്നാൽ തന്നെ എല്ലാവർക്കും ഒരേപോലത്തെ നീതിയും സമാധാനം കിട്ടുള്ളൂ. പെറ്റി വളർത്തിയ സ്വന്തം മക്കൾ തമ്മിൽ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കണത് കണ്ട് കണ്ണടക്കാൻ പറ്റണതേ ഓരോ രക്ഷിതാക്കളെയും വലിയ ഭാഗ്യം തന്നെയാണ്. ഇങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും അതിനുള്ള യോഗമുണ്ട്. എല്ലാ മക്കൾക്കും പഠിച്ചോ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. ആമീൻ. ഗുഡ് മോർണിംഗ് സൽമൂസ്. ഒന്ന് പോടി പെണ്ണോട്, ചായ ഉണ്ടാക്കി വെച്ചിക്കണേ, എടുത്ത് കുടിച്ചോ. ഞാൻ അമ്മക്കത് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ കെട്ടിയവനും ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് വരാം. അമ്മ, നിങ്ങൾ നിസ്കരിച്ചിരുന്ന് മുഖം തൂക്കലെടുത്തില്ലേ? ഞാൻ കുറച്ച് നേരം വൈകി. ആ, എന്താ പറ്റി കാൽച്ചായിട്ട് വരാത്തെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കേട്ടെ, ഒന്ന് ചൊല്ലിപ്പറയാനിരുന്നാലേ പിന്നാണ്ട് തുടങ്ങും മുഖം തൂക്കാൻ വേണ്ടിയിട്ട്. ഇന്നാ പിന്നെ ഒന്നും മുണ്ടാതൊരു പാത്ത് കെടുക്കാച്ച ഉറക്കൂല്ല. ആസിക്ക് പിന്നെ വിളിക്കെങ്ങാണ്ട് ചെയ്ത സൽമുവോ? പിന്നെ വിളിച്ചിട്ടില്ല അമ്മ. കിടക്കാൻ നേരത്തെ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ അപ്പോഴും നല്ല ചുമ തന്നെയാണ്. നല്ലപോലെ ഒന്നും പറയാനൊന്നും പറ്റണില്ല. ഇനിയിപ്പോൾ ഇന്ന് വിളിക്കാനായി തുടങ്ങി. ഇപ്പോൾ വിളിക്കേക്കാരം. ഇന്ന് വിളിക്കുമ്പോൾ ഭേദമായിട്ടുണ്ടാവും. ഇജ് ബേജാറാവാണ്ടിരിക്ക്. സൽമാത്ത, നിങ്ങളെ ഫോൺ അടിക്കണ്ടേ? അതെ വരണേ. ആ, ചെല്ലു ഓനേക്കാരം, ചെന്നോക്ക്. ആമാ, ആ കാക്കായിരിക്കൂല്ലേ? ഞാൻ അധികം ചായ എടുത്തിട്ട് വരാം. ഹലോ. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാ സൽമുവ? കുട്ടികള് ഇപ്പൊ സ്കൂൾക്ക് പോയാ? ഇവിടെ കുഴപ്പമൊന്നുമില്ലക്ക. കുട്ടികളാരും നീറ്റിട്ടില്ല. ഇന്ന് ഓൾക്ക് ഒഴിവ് ദിവസമല്ലേ, കുറച്ചു നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. എന്താ നിങ്ങളെ പാട്? ചുമക്ക് ഇപ്പോഴും കുറവൊന്നുമില്ലേ? ആ, ഇന്നലത്തെക്കാട്ടും കുറവുണ്ട് പെണ്ണെ. അല്ല, എന്താ നാട്ടില് വിശേഷം? കുഞ്ഞോള് വിളിക്കലില്ലേ? കുഞ്ഞോള് ഇന്നലെ ഇവിടെ വന്നിരുന്ന്. ഞാൻ ഇന്നലെ നിങ്ങളോട് അത് പറയാൻ വിട്ടതാ. പിന്നെ രാത്രി നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ടുമില്ലല്ലോ. ഓളും ഓളെ അമ്മയും കൂടി
കുറേ നേരം ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ എന്നെ പോയത്. ആണോ? ആ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. ഓളിപ്പം അൽഹംദുലില്ലാ ആദ്യത്തിനേക്കായി സന്തോഷത്തിലാണിക്കാ. ഇന്നലെ വന്നപ്പോൾ നല്ല കളിയും ചിരിയും വർത്താനൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പോ 7-ാം മാസത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഓൾ ഇവിടെ ഒരാഴ്ച നിന്നിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നാ പറഞ്ഞത്. അവിടെ ഓളമ്മ ഒറ്റക്കാണത്രേ. ആണോ? ആ, അവളിപ്പോ അവിടുത്തെ ആളായില്ലേ? ആ, അവരൊക്കെ നന്നായി ജീവിക്കുന്ന കാണുമ്പോ തന്നെ മനസ്സിനൊരു സമാധാനം. എല്ലാവരുടെ ജീവിതത്തിനും ഇപ്പം നല്ല സന്തോഷവും സമാധാനം തന്നെയാണ് നിൽക്കുക. ഇനി എന്നാ നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളും കൂടി തീർന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവുക. എന്നാ എനക്ക് തൽക്കാലം ഒരു സമാധാനമുള്ള കാര്യം ഞാൻ പറയട്ടെ. തൽക്കാലം സമാധാനം ഉണ്ടാക്കണ കാര്യോ? അതെന്ത് കാര്യാ? ഞാനേ ഒരു 15 ദിവസത്തെ ലീവിനൊന്ന് വന്നാലോ എന്നൊന്ന് ആലോചിക്കണം. നേരാണോ നിങ്ങൾ പറഞ്ഞത്? സത്യമായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ടോ? അതെന്തിപ്പോൾ അങ്ങനെ പെട്ടെന്ന്? അങ്ങനെ ഈ സമയത്തൊന്നും ലീവൊന്നും കിട്ടാത്തതാണല്ലോ. ഇവിടെ ഇപ്പൊ പണിയൊക്കെ കുറവാണ്. അപ്പൊ കമ്പനിയവര് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനൊന്ന് നാട്ടിൽ പോയിട്ട് പോരെ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തന്നെ? അൽഹംദുലില്ലാ, ഇത് ഞാൻ ഇപ്പൊ തീരെ പ്രതീക്ഷിച്ചില്ലട്ടാ. 15 ദിവസം എന്ന് പറഞ്ഞാ കണ്ണ് തുറന്നടക്കുമ്പോത്തിന് പോവും. എന്നാലും വണ്ടിയില്ല, അത്രയും ദിവസമെങ്കിലും നിങ്ങളൊന്ന് കാണാമല്ലോ. അല്ല, ഉമ്മ ഇവിടെ എന്താ ഇപ്പൊ ഉമ്മാന്റെ പാട്? ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇമ്മ അവിടെ ഉണ്ട്. ഈ കാര്യം കേൾക്കുമ്പോ ഇമ്മാക്കായിരിക്കും വലിയ സന്തോഷാവുക. ഞാൻ കൊടുക്കട്ടാ? എന്നാ കൊടുത്താ. ഇന്നലെ അമ്മാനോട് വർത്താനം പറയാഞ്ഞിട്ട് ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പൊ കൊടുക്കാം. ഇത് കേൾക്കുമ്പോ അമ്മക്ക് എന്തായാലും നല്ല സന്തോഷാവും. ഇത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യല്ലേ. ഇമ്മ ഇതാ കാക്കി വിളിക്കണ്ട്, ഒരു സന്തോഷമുള്ള കാര്യം പറയാണ്ടെന്ന്. സന്തോഷമുള്ള കാര്യാ? അതെന്താണ്? കാണിച്ച ഫോൺ കാണിച്ചാ. എന്താ? ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തമ്മ സുഖല്ലേ? അൽഹംദുലില്ലാ, ഇമ്മാക്ക് തരക്കേടൊന്നുമില്ല കുട്ടിയെ. സുഖമായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ. എന്താ ഉമ്മാടെ കുട്ടിയുടെ പാട്? അനക്ക് വെജാന്ന് പറഞ്ഞിന്ന് സെൽമു ഇന്നലെ. അതൊക്കെ മാറിയില്ലേ? എന്താ ഇപ്പൊ പാട്? സുഖാണമ്മ. ഇൻഷാ അല്ലാ ചെലപ്പോ ഞാനിന്ന് നാട്ടിൽ വന്ന് പോയാലോന്ന് വിചാരിക്കണ്ട്. തന്നെ? അൽഹംദുലില്ലാ, ഓ നാട്ടിക്ക് വരുന്നുണ്ട് അത്രേ. അൽഹംദുലില്ലാ, നന്നായോളും കുട്ടിയെ. ഇമ്മാക്ക് ഉമ്മയുടെ കുട്ടിനെ ഒന്ന് കാണാലോ. അല്ല, എന്താ എൻ്റെ ഈ കൊര മാറിയിട്ടില്ലേ? ഭേദമൊന്നും ഇല്ലപ്പ എനിക്ക്. ആ, കുറവ് തന്നെയാണമ്മ. എന്താണ് നിങ്ങളെ വിശേഷം? മരുന്നൊക്കെ കുടിക്കലില്ലേ? ഇമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. മരുന്ന് ഗുളികൊക്കെ നേരത്തിന് സെൽമു തരുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തേനൊക്കെ അയക്ക സുഖമായിട്ട് പോകുന്നുണ്ട്. ഇമ്മാടെ കുട്ടി നല്ലോണം തടി നോക്കൊണ്ടിട്ടാ. ആ അമ്മ. ആ, ഇന്നായിക്കോട്ടെ. ഞാനേ സെൽമൂന് കൊടുക്കട്ടാ. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ, കുറച്ച് ദിവസം എൻ്റെ കുട്ടീനൊന്ന് മുഖതാവി കാണാമല്ലോ. വെച്ചാന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ വല്ലാത്തൊരാദ്യമായിരുന്നു മനസ്സിന്. സെൽമോൻ്റെ കണ്ണും മുഖവും കാണുമ്പോൾ അതും ഒരു ഇടങ്ങറാണ്. ആ, കുറച്ച് ദിവസമായാലും മടിയില്ല. വരുമ്പോൾ ഒന്ന് കാണാനായി. വേറെന്താ പെണ്ണെ, ഞാന് നാട്ടിക്ക് വരുന്നുള്ളൂ.
കുട്ടികൾക്കും പെരീക്കൊന്നേ ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റുന്ന രീതിയിലല്ല. അതാണെങ്കിൽ നാട്ടിൽ ടിക്കറ്റിനാൾക്ക് വല്ലാത്ത ചാർജുമാണ്. ആർക്കും ഒന്നും വേണ്ടപ്പോ ഇങ്ങളിങ്ങോട്ട് പോന്നാ മതി. അല്ലെങ്കിലും ഓരോ തവണ വരുമ്പോ കടം വാങ്ങി കൂട്ടിയിട്ട് അതും ഇതും വലിച്ചു കൊണ്ടുവരുന്ന സ്വഭാവം ഇങ്ങളത് ഒരു കാലത്തും മാറൂലല്ലോ. ഇവിടെ പാർക്കും ഒന്നിനും ഒരു കുറവുമില്ല. ഇങ്ങളിങ്ങോട്ട് പോരെ. എന്നാലും മക്കളെ മുമ്പക്ക് കയ്യും വീശി വരാന്ന് വെച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇങ്ങളിപ്പോ അതൊന്നും ആലോചിച്ച് ബേജാറാവാൻ നിൽക്കണ്ട. നമ്മളെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പാകമുള്ള മക്കൾ തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇപ്പൊ കയ്യും വീശി വന്നാലും നമ്മളെ മക്കൾക്ക് ഒന്നും തോന്നൂല. എല്ലാവർക്കും ഇങ്ങളെ കാണാൻ പറ്റണേന് വലിയ സന്തോഷമൊന്നും വേറെ ഒന്നിലും കിട്ടൂലക്ക. ഇങ്ങളിങ്ങോട്ട് പോന്നാളി. ഇല്ല എന്റെ സെൽമോ, ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഞാൻ വരാൻ പറ്റും നോക്കട്ടെ. നിങ്ങൾ ഈ ചുമ അങ്ങനെ വെച്ചുകാണ്ടിരിക്കലിട്ടക്ക. കണ്ടില്ല 2 വർത്താനം പറയുമ്പോത്തിനും ചുമക്കുകയാണ്. നിങ്ങൾ പറ്റിച്ച നാട്ടിക്ക് വരുന്നതിന് മുമ്പ് അതൊന്ന് കാണിച്ചു നോക്കേ. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്ന പാടെ നമുക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചു നോക്കാം. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ വെച്ചുകാണ്ടിരിക്കുന്നത് എത്ര വെച്ചിട്ടാണ്? ആ എന്നാ ശരി സെൽമോ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങൾ ചുമക്ക് തന്നെയാണല്ലോ. ഹലോ, എന്നാ പിന്നെ ഞാൻ വിളിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. രണ്ട് വർത്താനം പറയുമ്പോ ഒത്തിരി നിൽക്കാത്ത ചുമയാണ്. പഠിച്ചോനെ, ഒന്ന് നേരിൽ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. വന്നാൽ നിർബന്ധിച്ചിട്ടെങ്കിലും വല്ലയിടത്തും കൊണ്ടുപോയി കാണിച്ചു നോക്കാം. ഇതുള്ളതൊക്കെ ഹീറ്റി പിടിച്ച് എല്ലാവരും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ചെലവാക്കും. സ്വന്തം അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകാണ്ടിരിക്കും ചെയ്യും. ഈ മനുഷ്യന്റെ ഈ സ്വഭാവം കാരണം എന്തൊക്കെ ഉണ്ടാവാൻ പോണാവോ. ഇത് ഇവളുടെ മാത്രം പേടിയോ പ്രാർത്ഥനയോ അല്ല. കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ഓരോ പ്രവാസി ഭാര്യമാർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി തിരിച്ച ഇവർക്കിടയിൽ ഇനി വരാൻ പോകുന്നത് സന്തോഷത്തിന്റെ നാളുകളോ അതോ മറ്റൊരു പരീക്ഷണമോ? കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മസ്സലാമ.